ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു മത്തിക്കറിയാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റണ ഒരു മത്തിക്കറി. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിലിട്ടിട്ട് വഴറ്റുമ്പോൾ പുളി അതിലേക്ക് പിടിക്കും. പിന്നെ 2 തക്കാളി കൂടി നുറുക്കിയിട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അതിനായിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ഇത്തിരി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടാണ് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പച്ചമണം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും ഇട്ടിട്ട് അടച്ച് വെക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നടുമുറിച്ചിട്ടാണ് കഷ്ണമാക്കിയിട്ടുള്ളത്. അപ്പോൾ മത്തി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇനി ഇത് വെന്ത് കിട്ടണം, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ നന്നായിട്ട് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സിമ്മാക്കി വെച്ച് കൊടുക്കുക കേട്ടോ, എന്നിട്ട് വേവിക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ല തിളച്ച് വറ്റി ഒരുവിധമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. കയ്യിലിട്ട് ഇളക്കുമ്പോൾ നമ്മളെ മീനൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ നമ്മളെ കറി റെഡിയാണ്. കറിവേപ്പിൻ്റെലയും വെച്ച് കൊടുക്കുക.